ഞാനടക്കമുള്ള ആളുകളുടെ കയ്യിൽ ഇരിപ്പുണ്ട് ഓരോ മൊബൈൽ ഫോണുകൾ. അപ്പം അതുകൊണ്ട് സ്കൂളിൽ വന്നിട്ട് നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്ക് പ്രതീക്ഷകൾ വേണം, അവരെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണണം. എങ്കിൽ മാത്രമല്ലേ നമുക്ക് അവരെ ചിറകുകൾ വിടർത്തി ഇങ്ങനെ പറന്ന് അവരെ ഇങ്ങനെ നമുക്ക് പറക്കാൻ അനുവദിക്കാൻ പറ്റുകയില്ല. പക്ഷേ എനിക്ക് അവരെ പറക്കാൻ നിങ്ങൾ ചിറകുകൾ മുളപ്പിക്കുമ്പോൾ, അതിന് ബലം കൊടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവരെയൊക്കെ ഏറ്റവും നല്ല മക്കളായി, ഏറ്റവും നല്ല പൗരന്മാരായി, എല്ലാ മനുഷ്യർക്കും ഉപകാരപ്പെടുന്ന വ്യക്തികളായി മാറ്റിയെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ മക്കളെ ഡോക്ടറാക്കിയിട്ടോ എഞ്ചിനീയറാക്കിയിട്ടോ കലാപ്രതിഭകളാക്കിയിട്ടോ അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിൽ നിങ്ങൾ അവരെ എത്തിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. അവരേറ്റവും നല്ല മൂല്യങ്ങളുള്ള, സത്യസന്ധതയുള്ള, സ്നേഹമുള്ള, കരുതലുള്ള, ഉള്ളിൽ കാരുണ്യമുള്ള, മനുഷ്യത്വമുള്ള, മുതിർന്നവരെ ബഹുമാനിക്കുന്ന, അനുസരിക്കുന്ന നല്ല മക്കളാക്കി മാറ്റണം. അവിടെ നിങ്ങൾ പരാജയപ്പെട്ടു പോയാൽ നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും വല്ലാതെ ഭയപ്പെട്ടൊരു സംഭവമുണ്ട് അല്ലേ? വെമ്പായത്ത് 23 വയസ്സ് മാത്രമുള്ള ഒരാൺകുട്ടി ജന്മം കൊടുത്ത മാതാവിന്, സ്വന്തം കൂടപ്പിറപ്പിന്, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. ആ കൊല ചെയ്യപ്പെട്ട ആ 12 വയസ്സുകാരൻ ജ്യേഷ്ഠനെ ഹൃദയം തുറന്ന് ആലിംഗനം ചെയ്യുന്ന ഹൃദയവികാരമുള്ളൊരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി. ആ അനുജനെ എങ്ങനെ കൊല്ലാൻ ആ ജ്യേഷ്ഠന് സാധിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ മാതാവിനെ എങ്ങനെ തലക്കടിക്കാൻ സാധിച്ചു? അവിടെയാണ് മറ്റൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. ബോധം വീണപ്പോൾ ഡോക്ടർ ചോദിച്ചു, തലയ്ക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ കട്ടിലിൽ നിന്ന് വീണ് തല പൊട്ടിയതാണെന്ന് പറയുന്ന അതിരുകളില്ലാത്ത മാതൃസ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ നിധികുംഭം നമ്മൾ കണ്ടതും അവിടെയാണ്. ആ അതിരുകളില്ലാത്ത മാതൃവാത്സല്യം മകന് പകർന്നു കൊടുക്കുമ്പോഴും ആ മകനെ നമുക്ക് വേണ്ട സമയത്ത് ശ്രദ്ധിക്കാൻ കഴിയാതെ പോയി എന്നുള്ള ഒരു തെറ്റ് നമുക്കുണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ അമ്മമാരോടും പേരൻസിനോടും പറയാനുള്ളത്, നിങ്ങൾ ഓരോ നിമിഷവും ജാഗ്രതയുള്ളവരായിരിക്കണം. ഓരോ നിമിഷവും നിങ്ങളുടെ കണ്ണുകൾ, നിങ്ങളുടെ കാതുകൾ നിങ്ങളുടെ മക്കളുടെ പുറത്തുണ്ടായിരിക്കണം. അവർ സഞ്ചരിക്കുന്ന വഴികളിലൂടെ നിങ്ങളുടെ കണ്ണുകൾ സഞ്ചരിക്കണം. അവരെ നിങ്ങളുടെ കാതുകൾ പിന്തുടരണം. അവരുടെ സഞ്ചാരപാതയിൽ എവിടെയെങ്കിലും കാലിടറുന്നത് കണ്ടാൽ, വഴി തെറ്റുന്നത് കണ്ടാൽ അവിടെ നിങ്ങൾക്ക് ബ്രേക്ക് ഇടാൻ കഴിയണം. ആ ബ്രേക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇന്ന് പലപ്പോഴും എനിക്ക് ദുഃഖം തോന്നുന്നത് എൻ്റെ സഹോദരിമാരോട് ഞാൻ തുറന്നു പറയുകയാണ്. ഇവിടെ വന്ന് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ സമൂഹത്തോട് ചെയ്യുന്ന നീതിയാണ്. ഇന്ന് വൈകുന്നേരങ്ങളിൽ എത്ര വീടുകളിൽ നമുക്ക് മക്കളെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നു? എത്ര മാതാപിതാക്കൾ മക്കളെ ശ്രദ്ധിക്കുന്നുണ്ട്? പണ്ട് ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ ഈ അതിഥികളായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രായമുള്ളവരുടെയൊക്കെ കാലത്ത് ഞങ്ങൾ സ്കൂൾ വിട്ട് വീട്ടിൽ ചെന്നാൽ ഞങ്ങളെ കേൾക്കാൻ വീട്ടിൽ ആളുണ്ടായിരുന്നു. അന്ന് രാവിലെ സ്കൂളിൽ പോയി മടങ്ങി വരുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും, കൂട്ടുകാര്, അധ്യാപകർ, ക്ലാസ്സിൽ നടന്നത് എല്ലാം കേൾക്കാൻ വീട്ടിൽ ആളുണ്ടായിരുന്നു. ഇന്നാകട്ടെ നമ്മുടെ കുട്ടികൾ വീട്ടിൽ വന്നാൽ അവരെ കേൾക്കാൻ നമുക്ക് സമയമില്ല. നമ്മുടെ എല്ലാ കൈകളിൽ, ഞാൻ എൻ്റെ തന്നെ കൂടി തെറ്റാണ് പറയുന്നത്, ഞാനടക്കമുള്ള ആളുകളുടെ കയ്യിൽ ഇരിപ്പുണ്ട് ഓരോ മൊബൈൽ ഫോണുകൾ. ലോകത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച്, വർത്തമാനകാല സാമൂഹിക സാഹചര്യങ്ങളിൽ വന്ന വളർച്ചയ്ക്കനുസരിച്ച് നമുക്കും വേണം മാറ്റം. മൊബൈൽ ഫോണൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ ആ മൊബൈൽ ഫോണുകൾ നമ്മുടെ എല്ലാം കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും, എന്തിനേറെ നമ്മുടെ വിദ്യാലയങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വരെ അപകടമായി മാറിയിരിക്കുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലം നമ്മൾ കണ്ടു. ഒരു സ്കൂളിൽ മൊബൈൽ ഫോണുമായി ചെന്ന കുട്ടി ആ മൊബൈൽ ഫോൺ വാങ്ങിച്ച്
അവിടുത്തെ അധ്യാപകൻ ഓഫീസ് റൂമിൽ വെച്ചപ്പോൾ ആ മൊബൈൽ ഫോൺ തിരിച്ചു കൊടുക്കാൻ ചോദിച്ചപ്പോൾ, അത് ആവശ്യപ്പെട്ടപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ രക്ഷകർത്താവിനെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ, ഇറങ്ങി വാടാ വെളിയിൽ, നിന്നെ ഞാൻ അവിടെ കൈകാര്യം ചെയ്തു കൊള്ളാമെന്ന് പറയുന്ന ശിക്ഷകണകൾ അപകടമാണ്, ആപത്താണ് സമൂഹത്തിന്. നമ്മൾ തിരിച്ചറിയണം. ഞാൻ ഇന്നും കഴിഞ്ഞ ദിവസം ഗാന്ധി ഭവനിൽ 38 വർഷങ്ങൾക്ക് മുൻപ് അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിൽ എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുനാഥൻ പ്രൊഫസർ KV തോമസ് കുട്ടി സാറ്, അദ്ദേഹം അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ ഞാൻ ചാടി എഴുന്നേൽക്കുന്നത് കണ്ട് മറ്റുള്ളവർ ചോദിച്ചു അത് ആരാണ് എന്ന്. ഞാൻ അറിയാതെ ഞാൻ എഴുന്നേറ്റ് പോയി. വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും എൻ്റെ ഗുരുനാഥനെ കണ്ടപ്പോൾ അറിയാതെ എഴുന്നേൽക്കാൻ തക്കവണ്ണം അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലൊരു ഹൃദയബന്ധമുണ്ടായിരുന്നെങ്കിൽ, ഒരാത്മബന്ധമുണ്ടായിരുന്നെങ്കിൽ, ആ ആത്മബന്ധവും ഹൃദയബന്ധവുമൊക്കെ ഇന്ന് എവിടെ പോയി എന്ന് ചോദിച്ചാൽ നമുക്കതിന് ഉത്തരമില്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഹൃദയബന്ധത്തിൻ്റെ, ആത്മബന്ധത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്, നമ്മുടെ അമ്മമാരിൽ നിന്നാണ്, ആ പൊക്കിൾക്കൊടി ബന്ധത്തിൽ നിന്നാണ്. ഒരു കുഞ്ഞിൻ്റെ അമ്മയും ആദ്യത്തെ അധ്യാപികയും അമ്മ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു പരസ്യം കണ്ടു. എന്താ? മികച്ച വിദ്യാലയം, മികച്ച വീട്. നല്ല ക്യാപ്ഷൻ കേട്ടോ മാനേജറെ. മികച്ച വിദ്യാലയം എന്ന് പറഞ്ഞാൽ മികച്ച വീടാണ്. കാരണം ഒരു കുഞ്ഞിൻ്റെ ആദ്യത്തെ അധ്യാപിക അമ്മയാണെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ രണ്ടാമത്തെ അമ്മ അധ്യാപികയാണ്. അപ്പോൾ ഒന്നാമത്തെ അധ്യാപിക അമ്മയും രണ്ടാമത്തെ അമ്മ അധ്യാപികയുമാണ്. ആ ഒരു ചേർച്ച നമുക്കുണ്ടാവണം. ആ ചേർച്ചയുണ്ടാകുമ്പോഴാണ് നമുക്ക് നല്ല കുഞ്ഞുങ്ങളെ, നമുക്ക് സ്നേഹമുള്ള, കരുതലുള്ള, കാരുണ്യമുള്ള ഒരാളിൻ്റെ നിലവിളി കേട്ടാൽ, ആ നിലവിളി ശബ്ദം കേട്ടാൽ നെഞ്ചു പൊട്ടാൻ കഴിയുന്ന, ഉയർത്തിപ്പിടിക്കുന്ന ചുറ്റിക താഴെയിടാൻ കഴിയുന്ന വണ്ണം നമ്മുടെ ഹൃദയത്തെ പിടിച്ചുലയ്ക്കാൻ കഴിയണം, നമ്മുടെ ഹൃദയത്തിനെ പിടയ്ക്കാൻ കഴിയണം. അതാണ് ഈ ബന്ധങ്ങളിലെല്ലാം കൂടി ഉണ്ടാകേണ്ടത്. ഇന്ന് സന്ധ്യയായി കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും TV യിൽ സീരിയലുകളുടെ നിരയാണ്, മത്സരിച്ച ചാനലുകൾ. ഞാൻ അതൊന്നും വിമർശിക്കപ്പെടേണ്ടത് വിമർശിക്കപ്പെടണം, പെടാതെ പോകുന്നതും ശരിയല്ല. അതൊന്നും കാണണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനൊക്കെ ഒരു സമയമുണ്ട്. ഇന്ന് സന്ധ്യയ്ക്ക് ഒരു വീട്ടിൽ ചെന്നാൽ, കമ്മീഷനിലിരുന്നപ്പോൾ ഒരു ഭർത്താവ് എന്നോട് പറഞ്ഞൊരു സങ്കടമുണ്ട്. മാഡം, ഞാൻ എല്ലാ സീരിയലുകളും കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് കയറി പോകുന്നത്. കാരണം സീരിയൽ കാണുന്ന സമയത്ത് വീട്ടിൽ ചെന്നാൽ എൻ്റെ ഭാര്യ പൊട്ടിത്തെറിക്കും. അയാൾ വന്നിരിക്കുന്നു, വലിഞ്ഞു കയറി, ചായ ചോദിച്ചാൽ എടുത്ത് കുടിക്കുക, അവിടെ ഇരിപ്പുണ്ടെന്ന് പറയുന്ന അവസ്ഥകൾ നമ്മുടെ വീടുകളിലുണ്ട് എന്ന് ഒരു ഭർത്താവ് പറഞ്ഞു. ഒരു ചായ എടുത്ത് കുടിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല ഭർത്താവ്, അതിനകത്തൊന്നും തെറ്റ് ഞാൻ കാണുന്നില്ല. പക്ഷേ ഈ സീരിയലുകളുടെ മുന്നിൽ കേവലം അവരുടെ അഭിനയം എന്ന് പറയുന്നത് ഒരു തൊഴിലാണ്. അതിൽ നല്ല മൂല്യങ്ങളുള്ള, നല്ല എന്താ പറയാ, നല്ല മാതൃകകളായിട്ടുള്ള സീരിയലുകളും സിനിമകളുമുണ്ട്. പക്ഷേ ഞാനിത് കാണുന്നില്ലെങ്കിൽ പോലും പലപ്പോഴും ഈ എവിടെങ്കിലുമൊക്കെ പോയി എനിക്ക് സംസാരിക്കണമെന്നുള്ളത് കൊണ്ട് ചിലതെങ്കിലും ഞാനിങ്ങനെ യൂട്യൂബിൽ അടിച്ചു നോക്കുമ്പോൾ ഇന്നത്തെ പല സീരിയലുകളും കൊടുത്തുവിടുന്ന വിഷം, സമൂഹത്തിൽ പകർത്തുന്ന വിഷം, അമ്മയും അമ്മായിയമ്മയും തമ്മിലുള്ള പോര്, നാത്തൂനും തമ്മിലുള്ള പോര്, അവിഹിതങ്ങളുടെ പോര്, മക്കൾ അച്ഛനമ്മമാരെ അനുസരിക്കാതെ തോന്നിവാസം നടക്കുന്നത്, മക്കള് മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നത്, ഇതെല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പോഴത്തെ സിനിമകൾ എന്താ? ഇപ്പോഴത്തെ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ക്രൈം ത്രില്ലറുകളാണ്. അത് കാണാനാണ് ആളുകൾക്കിഷ്ടം. മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന സംഘങ്ങൾ, എങ്ങനെ മനുഷ്യനെ കൊല്ലാം. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഈ സീരിയൽ കില്ലറായിട്ടുള്ള ആ 23കാരൻ പറയുന്നു, അയാൾ ഏതോ ഒരു സിനിമ കണ്ടിട്ട് അതിൽ ആകർഷ്ടമായിട്ടാണ് ഇത്രയും കൊലപാതകങ്ങൾ യാതൊരു വേദനയുമില്ലാതെ കൊന്നത് എന്ന് പറയുന്നു. അപ്പൊ അത്തരം, കാരണം ഈ കലയും സംസ്കാരവും, നമ്മളിവിടെ കലോത്സവം നടത്തുന്നതും നല്ല നല്ല സന്ദേശങ്ങളും നല്ല നല്ല ഉദ്ദേശങ്ങളും കൂടിയാണ്.
നമ്മുടെ മക്കളുടെ ഉള്ളിലുള്ള ഡാൻസും പാട്ടും അല്ലെങ്കിൽ കഥാപ്രസംഗവും പുറത്തു കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറമായി അവരുടെ ഹൃദയത്തിലേക്ക് നല്ല സാംസ്കാരികമായ ചിന്തകൾ, നല്ല മൂല്യങ്ങൾ അത് പകർന്നു കൊടുക്കാൻ കൂടിയാണ് നമ്മൾ ഇത്തരം കലോത്സവങ്ങൾ നടത്തുന്നത്. ദൗർഭാഗ്യവശാൽ പല വീടുകളും ഇന്ന് സന്ധ്യയായി കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന സീരിയലുകളുടെ എല്ലാം പിന്നാലെ നമ്മൾ സമയം കളയുമ്പോൾ നമുക്ക് നമ്മളെ മക്കളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ മക്കൾ പോകുന്ന ചതിക്കുഴികൾ നമ്മൾ തിരിച്ചറിയുന്നില്ല. അങ്ങനെ തിരിച്ചറിയാതെ നമ്മുടെ മക്കളെ ചതിക്കുഴികൾ തിരിച്ചറിയാതെ പോകുന്ന വഴികൾ തിരിച്ചറിയാതിരിക്കുമ്പോൾ അവർ കൗമാരപ്രായത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് എവിടെ നിന്ന് സ്നേഹം കിട്ടുന്നു, എവിടെ വാത്സല്യം കിട്ടുന്നു, ആരവരെ ശ്രദ്ധിക്കുന്നു, ആരവരെ അടുപ്പിക്കുന്നു, ആരവരെ ചേർത്ത് നിർത്തുന്നു, അവിടേക്ക് അവർ പോകും. ഒരു സംശയവുമില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചാൽ നമ്മുടെ മക്കൾ ഒരാളിൻ്റെയും സ്നേഹം തേടി പോവുകയില്ല. നിങ്ങൾക്കറിയോ, പിന്നെ എഞ്ചിനീയറിങ്ങിന് ഫസ്റ്റ് റാങ്ക് മേടിച്ചൊരു കുട്ടിയുണ്ട്. എനിക്ക് പരിചയമുള്ള വീട്ടിലൊരു കുട്ടിയാണ്. ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി. ആ കുട്ടി ജോലിക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ ആ കുട്ടിയുടെ 2-3 കൂട്ടുകാർ ചേർന്നിട്ട് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തു. ആ പാർട്ടി അറേഞ്ച് ചെയ്തപ്പോൾ ആ പാർട്ടിയിൽ പങ്കെടുത്തപ്പോൾ അതിൽ നൽകിയ ഭക്ഷണത്തിലൂടെ ആ കുട്ടിക്ക് മയക്കുമരുന്ന് കൊടുക്കുകയുണ്ടായി. ആ മയക്കുമരുന്ന് കഴിച്ച കുട്ടി അടുത്ത ദിവസം അതിന് അസ്വസ്ഥതയുണ്ടായപ്പോൾ അതിൻ്റെ മറുമരുന്ന നിലയിൽ വീണ്ടും ഈ കൂട്ടുകാർ അവന് മയക്കുമരുന്ന് കൊടുത്തു. അങ്ങനെ അടുപ്പിച്ച് ആ കുട്ടിക്ക് മയക്കുമരുന്ന് കൊടുത്തു. അവസാനം അവൻ അതിന് അഡിക്റ്റ് ആവുകയും അവന് ലഭിച്ച ജോലിക്ക് പോലും പോകാൻ കഴിയാതെ ഇന്ന് ഒരു സാമൂഹ്യമായ ഒരു ക്രിമിനലായി, ഒരു സോഷ്യൽ ക്രിമിനലായി ആ കുട്ടി നടക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അപകടങ്ങൾ പതിയിരിക്കുന്ന ചതിക്കുഴികളുടെ നടുവിലൂടെയാണ് നാം നമ്മുടെ മക്കളുമായി സഞ്ചരിക്കുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ ഈ 5-ാം ക്ലാസ്സിൽ വരെ പഠിക്കുന്ന കുട്ടികൾ 10 വയസ്സുള്ള മക്കളാണ്. ആ 10 വയസ്സുള്ള മക്കൾ അവർക്ക് എല്ലാറ്റിനെ കുറിച്ചും അറിയാനുള്ള പ്രായമാണ്. അവർക്ക് ഓരോന്നിനെ കുറിച്ചും ചിന്തിക്കുന്ന പ്രായമാണ്. അവർക്ക് ഈ പ്രകൃതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഭൂമിയെക്കുറിച്ച്, മനുഷ്യരെക്കുറിച്ച്, ശാസ്ത്രത്തെക്കുറിച്ച്, അങ്ങനെ ലോകത്തുള്ള സർവ്വസചരാചരങ്ങളെക്കുറിച്ചും അറിയുവാനുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുവാനുള്ള ആ ജിജ്ഞാസയുള്ളൊരു പ്രായമാണ്. ആ പ്രായത്തിൽ അവരെ നമ്മൾ ചേർത്ത് നിർത്തി കൂടെ കൊണ്ടുപോയി അവരെ കേൾക്കാനും കേൾപ്പിക്കാനും, കേൾക്കുക മാത്രമല്ല നമുക്ക് പറയാനുള്ളത് അവരെ കേൾപ്പിക്കുവാനും കൂടി നമുക്ക് കഴിയണം. അങ്ങനെ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും പല മാതാപിതാക്കളും, ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഉറപ്പ് പറയുന്നു, എൻ്റെ കുട്ടി തെറ്റ് ചെയ്യില്ല എന്ന് ഒരാൾക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കെട്ടകാലത്തിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. ഞാൻ എൻ്റെ സുഹൃത്ത് കൂടിയായിട്ടുള്ള ശശികുമാർ സാറിനോട് ഞാൻ പറയുക ചെയ്തു, മക്കളൊക്കെ വളർന്നെങ്കിൽ പോലും സത്യത്തിൽ ഇപ്പോൾ ഭയമാണ്, പേടിയാണ്. എപ്പോഴാണ് ഇവരുടെ സ്വഭാവം മാറുന്നത്, ഏത് തരത്തിലാണ് ഇവർ പ്രതികരിക്കുന്നത് എന്ന് അറിയാൻ വയ്യാത്ത വിധം ഭയപ്പെട്ടുകൊണ്ടാണ് വീട്ടിലുള്ള മാതാപിതാക്കൾ പോലും കഴിയുന്നത്. അവിടെയാണ് എനിക്ക് നമ്മുടെ രാജ്യത്തെ ബാലാവകാശ നിയമങ്ങളോട് ചില വിയോജിപ്പുള്ളത്. ഞാനൊരു ജുഡീഷ്യൽ കമ്മീഷനിൽ ഇരുന്നയാളാണ്. അത് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അത് പറയണം എന്ന് എൻ്റെ മനസാക്ഷി എന്നോട് പറയുന്നു. കാരണം പൂച്ചയ്ക്ക് ആരെങ്കിലും മണി കെട്ടിയില്ല എങ്കിൽ, ആരെങ്കിലും ഒക്കെ ചിലത് വിളിച്ചു പറഞ്ഞില്ല എങ്കിൽ ചിലതൊക്കെ തിരുത്തപ്പെടേണ്ടതുള്ളത് തിരുത്തപ്പെടുക തന്നെ വേണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എനിക്ക് സ്കൂളിൻ്റെ മാനേജ്മെന്റിന്റെ തന്നെ ഒരു കോറം ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമ്മളെ വികസിത രാജ്യങ്ങളിലെ ബാലാവകാശ നിയമങ്ങൾ ഒരിക്കലും ഒരു വികസന രാജ്യമായ ഇന്ത്യക്ക് ഭൂഷണമല്ല. കാരണം ഇന്ത്യയുടെ സംസ്കാരം, ഇന്ത്യയുടെ സാമൂഹ്യ പശ്ചാത്തലം, ഇന്ത്യയുടെ കുടുംബ പശ്ചാത്തലം, ഇന്ത്യയുടെ ജീവിത സാഹചര്യങ്ങൾ, ഇന്ത്യയിലെ വിദ്യാലയങ്ങൾ, ഇന്ത്യയിലെ പാഠ്യവിഷയങ്ങൾ, ഇന്ത്യൻ കലാലയങ്ങൾ, അങ്ങനെ നമ്മൾ ഒരുപാട് വ്യത്യസ്തങ്ങളാണ്. ഒരിക്കലും നമ്മുടെ ജനസംഖ്യ ഇതിനെയെല്ലാം അടിസ്ഥാനമാക്കി ഒരു വികസ്വര രാജ്യത്തിന് ആവശ്യമായ ബാലാവകാശ നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടത്. അല്ലാതെ വികസിത രാജ്യങ്ങളിൽ ഐക്യരാഷ്ട്രസഭ വികസിത രാജ്യങ്ങളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് കൊണ്ടുവരുന്ന ബാലാവകാശ നിയമങ്ങൾ പലപ്പോഴും നമുക്ക് അപകടങ്ങളായിട്ടുണ്ട്. എനിക്കൊരു കുട്ടിയുണ്ടെങ്കിൽ എൻ്റെ കുട്ടിയെ അടിക്കാൻ എനിക്ക് അവകാശമില്ല, എൻ്റെ കുട്ടിയെ വഴക്ക് പറയാൻ എനിക്ക് അവകാശമില്ല, എൻ്റെ കുട്ടിയെ ശാസിക്കാൻ എനിക്ക് അവകാശമില്ല. ഇവിടെ ഒരു കുട്ടി കരുത്തക്കേട് കാണിച്ചാൽ ആ കുട്ടിയെ ശാസിക്കാൻ ഇവിടുത്തെ അധ്യാപകർക്ക് അനുവാദമില്ല. ഇതെന്ത് നിയമമാണ്?
കുട്ടികളെ തല്ലിച്ചതയ്ക്കണം എന്നല്ല ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അങ്ങനെ തല്ലിച്ചതച്ചാൽ അവർക്കെതിരെ നിയമ നടപടിയെടുക്കണം. പക്ഷേ ഈ 5 വയസ്സുകാരൻ, 6 വയസ്സുകാരൻ, 10 വയസ്സുകാരൻ ഒരു തെറ്റ് ചെയ്താൽ ആ കുട്ടിയെ പറഞ്ഞ് ശ്വാസിച്ച് അത് തെറ്റാണെന്ന് പറഞ്ഞ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇനി അഥവാ വീണ്ടും ആ തെറ്റ് ആവർത്തിച്ചാൽ ഒരു ചെറിയ കമ്പെടുത്ത ആ കുട്ടിയെ ഒരു ചെറിയ അടി കൊടുക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മാതാവാണ് ഞാൻ. അങ്ങനെ ശാസിച്ചും ശിക്ഷിച്ചും തല്ലുകൊണ്ടും വളർന്നത് കൊണ്ടാണ് നമുക്കൊക്കെ ഇന്നും അധ്യാപകരെ കാണുമ്പോൾ ഭയമുണ്ടാകുന്നതും ബഹുമാനമുണ്ടാകുന്നതും മാതാപിതാക്കളെ അനുസരിച്ചതും അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത്തരം നിയമങ്ങളൊക്കെ ഓരോ രാജ്യത്തിൻ്റെയും സാമൂഹികവും സാംസ്കാരികവുമായ എല്ലാ കാര്യങ്ങളും കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം പോകേണ്ടത്. ഇന്ന് വീട്ടിലുള്ളൊരു കുട്ടിയെ ഞാൻ കമ്മീഷനിലിരുന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കാം. ഒരു ദിവസം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി രാവിലെ കമ്മീഷനിൽ വരികയാണ്. നമ്മുടെ ജില്ലയിലാണ്, ഓർക്കണം, എനിക്ക് സ്കൂള് പറയാൻ പറ്റില്ല. രാവിലെ കമ്മീഷനിൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. വന്ന് പറയുകയാണ്. അപ്പോൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു വാക്കാൽ വന്ന് പറയുകയാണ്. ആ കുട്ടിയോട് കൂടുതൽ സംസാരിച്ചപ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നി. ഉടനെ തന്നെ ആ കുട്ടിയുടെ അച്ഛൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ച് ആ കുട്ടിയുടെ അച്ഛനെ ഞാൻ വിളിക്കുകയുണ്ടായി. അത്യാവശ്യമായി ഓഫീസിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ, എന്തിനാണ് മാഡം ഞാൻ ഓഫീസിൽ വരുന്നത്? അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം രാവിലെ ജോലിക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് ഞാൻ വിളിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അത്യാവശ്യമാണൊന്ന് വന്നേ പറ്റൂ എന്ന് പറഞ്ഞു. കാര്യം ഇവിടെ വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ വിളിപ്പിച്ചപ്പോൾ അദ്ദേഹം വന്നു കണ്ടത് അദ്ദേഹത്തിൻ്റെ മകൾ എൻ്റെ മുന്നിലിരിക്കുന്നതാണ്. ഞാൻ അദ്ദേഹത്തെ മാറ്റി നിർത്തി പറഞ്ഞു, നിങ്ങളുടെ മകൾ നിങ്ങൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി തന്നിരിക്കുകയാണ്. കേസ് പോക്സോയാണ്, ജയിലിൽ കിടക്കേണ്ട കേസാണ്. അപ്പോൾ അയാൾ നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല മാഡം. ഇന്നലെ അവൾ കൂട്ടുകാരികളുമായിട്ട് അവൾ കുറച്ച് താമസിച്ചു വന്നപ്പോൾ ഞാൻ അവളെ വഴക്ക് പറഞ്ഞപ്പോൾ അവളുടെ ആ പെരുമാറ്റം എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞ് അവളുടെ പിതാവ് എന്ന നിലയിൽ, അവൾക്ക് ജന്മം കൊടുത്ത അച്ഛൻ എന്ന നിലയിൽ ഞാൻ അവൾക്കൊരു അടി കൊടുത്തു. അതാണ് ഞാൻ ചെയ്ത തെറ്റെന്ന് പറഞ്ഞു. ആ ചെയ്ത തെറ്റ് അച്ഛൻ ശിക്ഷിച്ചപ്പോൾ അച്ഛനെതിരെ ലൈംഗിക പീഡന കേസ് കൊടുക്കാൻ തക്കവണ്ണം ബാലാവകാശ നിയമങ്ങൾ ആ കുട്ടിയുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നു. അപ്പം നമ്മുടെ നാട്ടിലെ നിയമങ്ങളെ മിസ്യൂസ് ചെയ്യുവാനും അത് മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ താല്പര്യം കാണിക്കുന്നു. അവസാനം ആ കുട്ടിയോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എനിക്കപ്പോൾ അച്ഛനോട് തോന്നിയ, ഞാൻ ആ കുട്ടിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ അത് പറഞ്ഞത്, എനിക്കപ്പോൾ അച്ഛനോട് തോന്നിയ ദേഷ്യം ആ ദേഷ്യം തീർത്തതാണ് എന്ന്. നമ്മളൊന്ന് ആലോചിക്കണം, നമ്മുടെ മക്കളുടെ പോക്ക് എങ്ങോട്ടാണ്, നമ്മളുടെ മക്കൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. അതിനാണ് എനിക്ക് ഇത്രയും നിങ്ങളോട് സംസാരിക്കാതെ പോയാൽ അത് ഞാൻ ഈ സമൂഹത്തോട് ചെയ്യുന്ന അനീതിയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കുറേ സമയം മാറ്റിവെക്കണം. നിങ്ങളെ മക്കളെ കേൾക്കണം, അവരുടെ ഉള്ളിലുള്ള സംശയങ്ങൾ തീർത്തു കൊടുക്കണം. നിങ്ങളുടെ ആശങ്കകൾ, അവരുടെ പ്രതീക്ഷകൾ അതൊക്കെ പങ്കുവെക്കാൻ നിങ്ങൾ അവർക്ക് അവസരം കൊടുക്കണം. എപ്പോഴും നിങ്ങളുടെ ഒരു കണ്ണ് ആ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകണം. വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും, അല്ലെങ്കിൽ ഒരുപാട് ചതിക്കുഴികളുടെ നടുവിലേക്ക് അവർ പോയി കഴിഞ്ഞാൽ നമുക്കവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല, അവരെ പിടിച്ചാൽ കിട്ടാൻ കഴിയില്ല. പിന്നീട് നമ്മൾ കരഞ്ഞിട്ടോ ദുഃഖിച്ചിട്ടോ നമ്മൾ തലതല്ലി പൊട്ടിച്ചിട്ടോ ഒരു കാര്യവുമില്ല. അത് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് ഈ സെൻറ് മേരീസ് സ്കൂളിൻ്റെ 25ാമത് വാർഷികം തീർച്ചയായിട്ടും ഏതൊരു വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ നല്ല സാംസ്കാരിക മൂല്യങ്ങളുള്ള ഒരിടം കൂടിയായി, നല്ലൊരു വീട് കൂടിയായി മാറുവാൻ ഇത്തരം ആഘോഷങ്ങൾക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങളുടെ സെക്രട്ടറി സോമരാജൻ സാറിൻ്റെ ആശംസകൾ ഈ സമ്മേളനത്തിൽ അറിയിക്കണമെന്ന് ഞങ്ങളെ ചുമതലപ്പെടുത്തി വിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങളെ അറിയിക്കുകയാണ്. ഇവിടുത്തെ കുട്ടികൾ ഗാന്ധി ഭവൻ വന്ന് കണ്ടവരാണ്. ഗാന്ധി ഭവനിൽ ഉപേക്ഷിക്കപ്പെട്ട അച്ഛനമ്മമാരുടെ നീറുന്ന വേദനകൾ നിങ്ങൾ നേരിട്ട് കണ്ടവരാണ്. അങ്ങനെയൊന്നും കാണാതിരിക്കാൻ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വാർദ്ധക്യത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കാൻ നിങ്ങളിപ്പോൾ നിങ്ങളുടെ മക്കളോട് ഇപ്പം ഉണ്ടായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ വാർഷികം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.